വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണിമാങ്ങയുടെ അത്രയുള്ള അല്ലെങ്കിൽ അതിൽ ഇച്ചിരൂടെ വലിപ്പമുള്ള ഇച്ചിരൂടെ വിളവായ മാങ്ങായും കൊണ്ട് നമ്മൾ ഇന്നൊരു മാങ്ങാച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കാണാം. വീഡിയോയിലേക്ക് പോകാം. ഞാൻ നാളെ മാങ്ങ എടുത്തിട്ടുണ്ട്. 1 കിലോ മാങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഈ അച്ചാർ ഞാനിങ്ങനെയാണ് ഇടുന്നത്. പ്രത്യേകിച്ച് കണ്ണിമാങ്ങയെക്കാട്ടിൽ ഒരിത്തിരിയുടെ വിളവ് മാത്രമേ ഉള്ളൂ. ഇതിൽ ചേർക്കുന്നത് വെളുത്തുള്ളി, 1 കുടം വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ഇതൊക്കെ ചേർത്ത് നമുക്ക് അച്ചാർ തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നല്ലെണ്ണയാണ് എടുക്കുന്നത്. ഞാനിവിടെ ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് എത്രത്തോളം എണ്ണ വേണം അതിൻ്റെ ആവശ്യത്തിന് നമുക്ക് എണ്ണ ചേർക്കാവുന്നതാണ്. നല്ലെണ്ണയാണ് എപ്പോഴും അച്ചാറിന് നല്ലത്. ടേസ്റ്റിനായാലും അതേപോലെ കുറച്ച് ദിവസം ഇരിക്കാനായാലും എപ്പോഴും നല്ലത് നല്ലെണ്ണ തന്നെയാണ്. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വറ്റൽമുളക് അച്ചാറിന് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക്. അതേപോലെ ഇനി കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഉലുവാപ്പൊടി ഉപ്പും കൂടി ഇട്ട് മാങ്ങയിൽ ഇളക്കി വെച്ചാലും മതി. കായപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പൊടികളൊക്കെ ഒന്ന് പച്ചക്കുത്ത് മാറ്റിയെടുക്കണം. ആവശ്യത്തിന് ഒരു 4 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, കാശ്മീരി മുളക് പൊടി. അപ്പോൾ മുളക് പൊടിയൊക്കെ നല്ല ഒന്ന് മൂത്തെടുക്കണം. നമുക്ക് അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറ്റി ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മാങ്ങ നല്ല ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിനി ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർക്കണമെന്നില്ല. അഥവാ കുറച്ച് നമുക്ക് വിനാഗിരി ഒഴിക്കാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തന്നേ ഉള്ളൂ. അത് നമ്മൾ തിളപ്പിച്ച വെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മാങ്ങ ഉണക്കി അച്ചാറിടത്തില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഈ മാങ്ങ അച്ചാറിന് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ്. കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ലതാണ്. എല്ലാവരെയും തയ്യാറാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് ഇടുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, ബൈ.